ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഈസ്റ്റോ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം പച്ചരിയാണ് വേണ്ടത്. 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കാം. 2-3 വട്ടം കഴുകിയെടുക്കാം. ഇപ്പോൾ റേഷൻ അരിയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ അരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളം വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇത് മുങ്ങിക്കഴുകാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിനെ അടച്ചു വെച്ച് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല തിളച്ച വെള്ളം വേണം ഉപയോഗിക്കാനായിട്ട്. എന്നാലേ അരി നല്ല പോലെ തന്നെ കുതിർന്ന് കിട്ടുള്ളൂ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അവിലാണ് വേണ്ടത്. നല്ല കട്ടിയുള്ള അവിലെടുക്കുക. ഒരു 3/4 കപ്പോളം അവിലെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വെളുത്ത അവിലാണ്. ഏത് തരം അവിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അവലും ഇതേപോലെ തന്നെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്കും ചൂടുവെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ അരി കുതിർക്കുന്ന സമയത്ത് തന്നെ അവലും കൂടി കുതിർത്ത് വയ്ക്കാം. നൈസായിട്ടുള്ള അവലൊക്കെ ആണെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ നമ്മൾ അരയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് കുതിർത്താലും മതി. ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. അരി നല്ലപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അവലും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവനും വലിച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം അരി ഒരു മിക്സർ ജാറിലേക്ക് മാറ്റി ഇതിലേക്ക് ഒരു പകുതി ഭാഗത്തോളം അവലും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരി കുതിർക്കാനെടുത്ത വെള്ളം വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് നല്ല നൈസായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തു. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള അവലും കൂടി നമുക്ക് അരച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവിലോട്ട് അവൽ അരച്ചതും കൂടി ചേർക്കാം. അപ്പോൾ ഈ മാവിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് ഒരുപാട് കട്ടിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. ഇത്രയും കട്ടി വേണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസല്ല. ഈ ഒരു മീഡിയം തിക്നെസ്സിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ലെങ്കിൽ അതിന് പകരം ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് തേങ്ങയും കൂടി ചേർത്ത് അരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. രണ്ടില്ലാതെ നമുക്ക് ഉണ്ടാക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഈ ഒരു പരുവത്തിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. നമ്മൾ മാവ് അരച്ച ഉടനെ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാനിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ സാധാരണ ദോശ പാനിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 2 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് കനം കുറയ്ക്കേണ്ട, കുറച്ച് നമ്മുടെ തട്ട് ദോശയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഹോൾസൊക്കെ വന്നതിന് ശേഷം കുറച്ച് ഓയിലും കൂടി മുകളിലായിട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ദോശ നമുക്ക് 2 സൈഡ് വേണമെങ്കിൽ 2 സൈഡ് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൈഡ് കുക്ക് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡാണ് കുക്ക് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ അടച്ച് വെച്ചുകൊണ്ട് മുകൾ ഭാഗം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 2 സൈഡ് വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണിത്. ഇപ്പോൾ മറ്റൊരു ദോശയും കൂടി കാണിക്കുന്നുണ്ട്. അത് ഞാൻ 2 സൈഡും കുക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 2 സ്പൂൺ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ പരത്തിയെടുക്കുക. ഇരുമ്പിൻ്റെ ദോശക്കല്ലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും. കുറച്ചും കൂടി നല്ല ഹോൾസൊക്കെ ആയി ഒന്നും കൂടി സോഫ്റ്റായി ദോശ കിട്ടും. ഇതിപ്പോൾ 2 സൈഡും കുക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. 2 സൈഡും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണിത്. ഏത് തരം ചട്നിയുടെയോ കറിയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കും, അതേപോലെ നല്ല ടേസ്റ്റിയാണ്. എന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്